ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് 4ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മുടെ നവരാത്രി വ്രതത്തിൻ്റെ 4ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. സൺഡേ ആണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണോ? ഇവിടെയും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കുളിച്ചിട്ട് വിളക്ക് കത്തിക്കുക. എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദൈവികമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് പക്കായിട്ട് ചെയ്യണം, നല്ല വൃത്തിക്ക് അതിൻ്റെതായ ചിട്ടയിൽ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പോകത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ എന്തെങ്കിലും വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, വിളക്ക് കത്തിക്കുക, ആ ഒരു രീതി. പിന്നെ നോണൊന്നും കഴിക്കത്തില്ല, വീട് തൂത്ത് തുടച്ച് വീട്ടിനകത്ത് തന്നെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ചന്ദനത്തിരിയുടെയോ അങ്ങനെ എന്തെങ്കിലും ഒരു സുഗന്ധം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണം. എനിക്ക് അങ്ങനെ ഒരു രീതിയാണ് കേട്ടോ. പിന്നെ മീനിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, നോണൊന്നും പാടില്ല, അങ്ങനെയൊക്കെയുണ്ട്. ചെയ്താൽ ഞാൻ നല്ല രീതിയിൽ എനിക്ക് ചെയ്യണമെന്ന് ചിട്ടയാണ് കേട്ടോ. അത് എല്ലാവരും എടുക്കണം, ഒരാൾ മാത്രമല്ല. ഞാനും രാജേഷനും മക്കളും ഒരുമിച്ചായിരിക്കും വ്രതവും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത് കേട്ടോ. അതും ആ രീതി തന്നെ ആകണമെന്നാണ് എൻ്റെ ഒരു രീതി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് രാവിലെ തന്നെ കാപ്പിയാണ് കേട്ടോ ഇട്ട് കുടിച്ചത്. ബ്രൂ കോഫിയുടെ ഇതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കാപ്പി ഇട്ട് കുടിച്ചു. അതിനുശേഷം പുട്ടും പഴമായിരുന്നു കേട്ടോ. അതേ കണ്ണൻകുട്ടൻ എഴുന്നേറ്റിട്ട് വന്ന് കിടക്കാണ്. ഭക്ഷണം താന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കുളിച്ചിട്ട് വരാതെ ഭക്ഷണം തരത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പോയി പെട്ടെന്ന് കുളിപ്പിച്ചൊക്കെ എടുത്ത ആൾ സെറ്റായി വന്നിട്ടിരുന്നു. പുട്ടും പഴവും കഴിക്കുവാണ്. ഇന്നും പുട്ടും പഴമാണോ അമ്മേ എന്നാണ് കേട്ടോ നമ്മുടെ കണ്ണൻകുട്ടൻ്റെ രീതി. പൊന്നുകുട്ടി ഇതേ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ടി വിയും കണ്ട് അതിൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട് കേട്ടോ. പഠിത്തമൊക്കെ എന്തായാലും ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരുന്ന് ഹോംവർക്കും ഒക്കെ ചെയ്തത് കൊണ്ട് എന്തായാലും അധികം പഠിക്കാനില്ല. ഓണപ്പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമല്ലേ, എന്നാലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിയൽ സെറ്റാക്കാം. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ട് പച്ചടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തൈരൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വെക്കത്തില്ലേ, അത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ, വെണ്ടയ്ക്ക പച്ചടി. ഞാൻ അങ്ങനെ വെക്കാറില്ല, പക്ഷെ അങ്ങനെ എങ്ങാനും അത് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് വേണമെന്നൊരാഗ്രഹം. കൂട്ടിയിട്ടൊന്നും ഇല്ല ഈ ഇടയ്ക്കെങ്കിലും എനിക്ക് എന്തോ മനസ്സിലിങ്ങനെ തോന്നി. കുറച്ച് നല്ല വെണ്ടയ്ക്ക കേട്ടോ. ഈ വെണ്ടയ്ക്ക രാജേഷൻ്റെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്കയാണേ, ഫ്രഷ് വെണ്ടയ്ക്ക, ഒരു കീടം അങ്ങനെയൊന്നും ഇല്ലാത്ത, വിഷമടിക്കാത്ത നല്ല രാജേഷൻ്റെ വീട്ടിലുണ്ടാക്കിയ നല്ല വെണ്ടയ്ക്കയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ രാജേഷൻ അവിടെ നമുക്ക് അവിയലിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് തരികയാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്കായിൽ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ, ആ വഴുവഴുപ്പ് പോകാൻ വേണ്ടി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയാത്തവർക്ക് പ്രയോജനമാകുമല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. വിനാഗിരി, ഈ അടപ്പിൽ ഒരു ശകലം വിനാഗിരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ, അത് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് ആ ഒരു വെണ്ടയ്ക്കയിലൊരു പ്രത്യേക രുചി എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. വെണ്ടയ്ക്കയിലൊരു വഴുവഴുപ്പ് ചൊവയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അധികം ഞാൻ എണ്ണ യൂസ് ചെയ്യാറില്ല കേട്ടോ. നേരത്തെ ഞാൻ ഒരുപാട് എണ്ണ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. എന്ത് സാധനം വെക്കണമെങ്കിലും എനിക്ക് അത്യാവശ്യം എണ്ണ വേണമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എണ്ണ അങ്ങനെ ഉപയോഗിക്കാറില്ല. നേരത്തെ ചപ്പാത്തിയിലൊക്കെ എണ്ണ എടുക്കുമായിരുന്നു. ഓരോ ചപ്പാത്തിയിലും 1 സ്പൂൺ എണ്ണ ഒഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോഴും നമ്മുടെ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഇത് കണക്ക് എണ്ണ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ആ പരിപാടി ഇല്ല കേട്ടോ. എണ്ണയൊക്കെ മാക്സിമം കുറച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ തേങ്ങയിൽ കടുക്, പിന്നെ പച്ചമുളക്, കാന്താരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് നമ്മുടെ ആ വെണ്ടയ്ക്കയിലോട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കടുക് വറുത്തൊഴിക്കുകയാണ് കേട്ടോ. കടുക് വറക്കാനൊക്കെ കുറച്ച് എണ്ണ വേണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അല്ലാതുള്ള ഞാൻ ഈ പറഞ്ഞുള്ള വേണ്ടാത്ത ഉപയോഗങ്ങളിൽ, ഈ ചപ്പാത്തിയിലും ദോശയിലും പിന്നെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനും ഒന്നും കണ്ടമാനം എണ്ണ എടുക്കത്തില്ല. കടുക് വറക്കാനൊക്കെ ഇച്ചിരി എണ്ണ വേണം, അല്ലെങ്കിൽ ഒരു ആ കറിക്കൊരു രുചി കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് അപ്പോൾ വെണ്ടയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. എന്തായാലും അവിടെ രാജേഷന് എന്തായാലും സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് തരികയാണ്. പിന്നെ മോര്, ഇച്ചിരി തൈരെടുത്തിട്ട് കാന്താരി മുളക് ചതച്ച് ഉപ്പ് ഇട്ടെടുത്ത് കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നോണൊക്കെ സത്യം പറഞ്ഞാൽ നോൺ ഇഷ്ടമാണ്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അല്ലെന്ന് പറഞ്ഞാൽ അതൊരു ഒരുമാതിരി വർത്താനമായി പോകും. കാരണം നമ്മളൊക്കെ നോണ് കഴിക്കുന്നൊരു വ്യക്തിയാകുമ്പോൾ നോൺ ഇഷ്ടമാണ്. എങ്കിലും ഇതുപോലെ വെജ് വല്ലപ്പോഴും, മാസത്തിൽ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഒരാഴ്ചയൊക്കെ ഇതുപോലെ വെജ് നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് വെജ് മാത്രം ചെല്ലുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇച്ചിരി പച്ചക്കറി എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ.
അപ്പോൾ അല്ലെങ്കിൽ ഈ ദിവസം എന്താ സൺഡേ നോർമൽ ഡേ ചിക്കൻ മേടിക്കും അല്ലേ. ചിക്കനും വേണം കേട്ടോ, ചിക്കൻ പ്രോട്ടീനാണ്, നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനമാണ്. ചിക്കനും മുട്ടയും മീനും എല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ്. എങ്കിലും ഞാൻ പറയണം വല്ലപ്പോഴും ഇതുപോലെ നോൺ മാറ്റി നിർത്തിയിട്ട് വെജിറ്റബിൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. ആ വെണ്ടയ്ക്ക പച്ചടി കണ്ണൻകുട്ടന് കൊടുക്കാൻ നോക്കിയതാണ് കേട്ടോ രാജേഷണം. പക്ഷേ എവിടെന്ന് അവന് ഛർദ്ദിക്കാൻ വരുന്നെന്ന്, അവന് വേണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എന്തൊക്കെയോ കൂട്ടി അവിയലിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ കൂട്ടി ആൾ ചോറ് കഴിച്ചു. ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അതിന് ശേഷം സന്ധ്യയായപ്പോൾ ഞങ്ങൾ വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ചിട്ട് നാമം ചൊല്ലാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നുകുട്ടി ഞാൻ നാമം ചൊല്ലുന്ന ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആരും കളിയാക്കല്ലേ കേട്ടോ, നാമമല്ലേ, നാമമൊന്നും ആരും കളിയാക്കത്തില്ലല്ലേ. ഒരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിരുന്ന് നാമം ചൊല്ലുമ്പോൾ. എപ്പോഴും ചെയ്യും എങ്കിലും ഇതുപോലെ എന്തെങ്കിലും വ്രതവും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുമ്പോൾ ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ സൺഡേ അല്ലേ, സൺഡേ 4 പേരും കൂടെ ഒത്തുചേരുന്ന ദിവസം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നാമം ചൊല്ലുന്നൊന്ന് കേൾക്കാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പൊന്നുകുട്ടി ഇരുന്ന് നാമം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. എനിക്ക് പൊന്നുകുട്ടി ഇരുന്ന് നാമം ചൊല്ലുന്ന കേട്ടപ്പോഴത്തേക്ക് ഒരു പ്രത്യേക രസം തോന്നി. അതാണ് കേട്ടോ ഞാനതങ്ങ് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാമമൊക്കെ ചൊല്ലിയതിന് ശേഷം ഞങ്ങൾ അവൽ നനച്ച് കേട്ടോ. അവൽ ഇതുപോലുള്ളൊരു പൊട്ടുകടലയൊക്കെ ഇട്ട് അവൽ നനച്ച് കടുംചായയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനും രാജേഷണ്ണും. മക്കൾ ചായയൊന്നും കുടിക്കത്തില്ല, ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞല്ലോ. 2 പേർക്കും ഞങ്ങളിവിടെ ചായ, കടുംചായ, കടുംകാപ്പിയൊന്നും കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അവൽ നനച്ചതും കഴിച്ചുകൊണ്ട് ഞങ്ങളൊരു കളി കളിക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ എനിക്ക് പറയാൻ പറ്റത്തില്ല. കള്ളനും പോലീസും കളിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടി. ജയിച്ചത് രാജേഷണ്ണാണ് കേട്ടോ. രാജേഷണം വിട്ടുകൊടുക്കത്തില്ല, മിണ്ടത്തില്ല. കള്ളനാണെങ്കിൽ എന്തുണ്ടെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പക്ഷെ ഞാനൊക്കെ കള്ളനാണെങ്കിൽ ഇങ്ങനെ ഞാൻ രാജാവാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് അടിക്കും. കണ്ണൻകുട്ടൻ പിന്നെ പറയണ്ടല്ലോ, ആദ്യം എടുക്കുമ്പോൾ തന്നെ പറയും ഞാൻ റാണിയാണേ, ഞാൻ കള്ളനാണേ. അവൻ ആദ്യം തന്നെ അവൻ എന്താ കിട്ടിയെന്ന് അവൻ തുറന്ന് കാണിക്കും. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു കേട്ടോ മെയിനായിട്ട് കളിച്ചത്. പൊന്നുകുട്ടിയും ഞാനും രാജേഷനും കൂടെയാണ് കളിച്ചത്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിട്ട് പൊന്നുകുട്ടിക്ക് എന്തോ ഒരു ഹോംവർക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിരുന്ന് ചെയ്യുകയാണ്. അച്ഛൻ്റെ ഫോണിൽ അത് നോക്കി മനസ്സിലാക്കിയിട്ട് അതൊന്ന് ചെയ്യുകയാണ് കേട്ടോ. കണ്ണൻകുട്ടൻ ഇവിടെ ഇരുന്ന് കളിക്കുന്നു. അച്ഛനും അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ രാജേഷൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അച്ഛനുമായിട്ടിരുന്ന് അവിടെ ഇരുന്ന് കളിക്കുകയാണ്. പിന്നെ ഞാൻ ഓർത്തു രാത്രിയിലത്തേക്ക് വേണ്ടി ഇന്ന് ചോറില്ലായിരുന്നു, അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കിവിടെ വേസ്റ്റ് കളയാനും ഇടയില്ല. ഞാനിവിടെ വേസ്റ്റൊക്കെ ഇച്ചിരി പണിയുള്ള പാടാണ് ഇവിടെ വേസ്റ്റ് കളയുന്നത്. അതുകൊണ്ട് ഞാൻ ചോറൊക്കെ കറക്റ്റ് കണക്കിനെ എടുക്കത്തുള്ളൂ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചില മീൻ കാണുമ്പോൾ പൂച്ച മണത്ത് വരുന്നത് പോലെ എൻ്റെ കണ്ണൻകുട്ടൻ ചപ്പാത്തി പരത്തുന്നത് കാണുമ്പോൾ, ഇങ്ങനെ കുഴയ്ക്കുന്ന കാണുമ്പം മീൻ കാണുമ്പോൾ പൂച്ച വരുന്ന പോലെ വരും കേട്ടോ. വേറൊന്നിനുമല്ല, അവത്തിൽ നിന്ന് ഒരു ചെറിയ ഉരുള അവന് വേണം കേട്ടോ. എന്തിനാണെന്നറിയാവോ? അവന് ക്ലേ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഉണ്ടാക്കുന്ന ക്ലേ ഉണ്ട്. ഇത് വെച്ചിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുവേ. ചപ്പാത്തി പരത്തുവോ, അവിടെ ഹാളിൽ കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇത് കയ്യിലൊട്ടുന്നു. എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന അമ്മേ, എനിക്കിത് ഇച്ചിരി മാവ് ഇങ്ങനെ മുക്കിത്താ, ഇങ്ങനെ ഗോതമ്പ് പൊടിയിൽ. അവൻ അതൊക്കെ അറിയാം കേട്ടോ, എന്നോട് പറഞ്ഞു തരുവാണ്. ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഒന്ന് ആക്കിത്താ, അപ്പം ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല എന്ന് പറയുകയാണ് കേട്ടോ. ആളിങ്ങനെ ഇരിക്കുന്നെങ്കിലും വില്ലനാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മുക്കി നോക്കണ്ട, അവിടെ അതിൻ്റെ പരിപാടിയായിരിക്കും. ആ ചപ്പാത്തിയുടെ മാവും കൊണ്ടുള്ള പരിപാടിയായിരിക്കും കേട്ടോ. ഇനി നല്ല രസമല്ലേ ഈ കുഞ്ഞുമക്കളുമായിട്ടുള്ള പരിപാടികളൊക്കെ? എന്ത് രസമാണെന്നറിയാമോ? ഇത് നിങ്ങൾ വലുതാകും തോറും മനസ്സിനകത്തൊരു ടെൻഷനാണ്. അയ്യോ വലുതായി പോയാൽ ഈ കുട്ടിത്തം നിറഞ്ഞ ആ ഒരു കളിയും ചിരിയും ഒക്കെ മാറുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. അപ്പോൾ ആ സമയത്ത് അവൻ കണ്ടോ ചെയ്തത്? അതിലൊരു പാത്രത്തിലിട്ട് എന്തോ പരുത്തും പിടിക്കാണ്ടൊക്കെ. ഈ സമയത്ത് ഞാൻ അരിയുഴുന്ന് അരയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ. തിങ്കളാഴ്ചയല്ലേ, തിങ്കളാഴ്ച തൊട്ടിന് വെള്ളിയാഴ്ച വരെ അരിയുഴുന്ന്
നിന്ന് അപ്പത്തിനിടുക. ആ ഒരു 3 സാധനങ്ങൾ ദോശ, ഇഡ്ഡലി, അപ്പം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. എന്ത് പാടല്ലേ. അല്ലെങ്കിൽ രാവിലത്തെ പരിപാടികളൊന്നും നടക്കത്തില്ല. ഇതുങ്ങൾ ദിവസങ്ങൾ പുട്ട്, ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലും. ഇടിയപ്പം പിന്നെ ഇച്ചിരി പണിയുള്ള പരിപാടിയായതുകൊണ്ട് വർക്കിംഗ് ഡേയ്സിലൊന്നും നടക്കത്തില്ല. കാരണം എനിക്കിവിടെ രാജേഷിനെ 8 മണിയാകുമ്പോൾ പറഞ്ഞു വിടണമല്ലോ. അപ്പോൾ എനിക്ക് നടക്കത്തില്ല. അപ്പോൾ എനിക്കിവിടെ ചപ്പാത്തി പരത്തി തരുന്നത് രാജേഷനാണ് കേട്ടോ. ഞാനിപ്പോൾ ചപ്പാത്തി പരത്താൻ പഠിച്ചു. എനിക്ക് നേരത്തെ ചപ്പാത്തി പരത്താനായിട്ട് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പഠിച്ചു കേട്ടോ. പൊന്നുവിനോടൊരു കാര്യം ചോദിക്കാവേ. പൊന്നു, ഇന്ന് ചോറില്ല കേട്ടാ, ചപ്പാത്തിയേ ഉള്ളു. ചോറില്ല, ചപ്പാത്തി മതിയാ. കണ്ണന് ചോറ് വേണ ചപ്പാത്തി വേണം? ചപ്പാത്തി. ഞങ്ങൾക്ക് ചപ്പാത്തി മതി. പൊന്നിന് ചോറ് മതി. പക്ഷെ ഇന്ന് ചോറില്ല കേട്ടാ, ചപ്പാത്തിയുള്ളേ. ഇന്ന് ചപ്പാത്തിയേ ഉള്ളു. ചോറിന്ന് കൊള്ളാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 3 നേരവും ചോറ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കഴിച്ചോളും. നമ്മുടെ പൊന്നുക്കുട്ടി അങ്ങനെയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും കേട്ടോ. പൊന്നുക്കുട്ടിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ ചപ്പാത്തിയും പിന്നെന്താണ് അവിയലും മറ്റേ വെണ്ടയ്ക്ക പച്ചടി ഉണ്ടല്ലോ അതും കൂടിയായിട്ട് ഞങ്ങൾ കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് പച്ചടി കഴിക്കാത്തവൻ ചപ്പാത്തി ആയിട്ട് ആ പച്ചടി കഴിക്കുകയാണ്. ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ആളുടെ ഒരു ഇത്. ഉച്ചയ്ക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നു, ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ചപ്പാത്തിയും അവിയലും ഒക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയേണ്ടത്, നല്ലൊരു സൺഡേ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാളെ തൊട്ട് തിങ്കളാഴ്ചയാണ്, ജോലിക്ക് പോകണം. പിന്നെന്താണ് രാജേഷിന് ജോലിക്ക് പോകണം, മക്കൾക്ക് സ്കൂളിൽ പോകണം. ആ ഒരു തിരക്കായിരിക്കും. ഒരു 11 മണി തൊട്ട് 3 മണി വരെ ബോറടിയാണ്. പിന്നെ തിങ്കളാഴ്ച ഒരു പ്രത്യേകത കൂടിയുണ്ട്. പൊന്നുക്കുട്ടിയുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. പിന്നെ പൊന്നുക്കുട്ടിക്ക് ഒരു എക്സാമിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ദേ അടുക്കളയെല്ലാം ഒതുക്കി കേട്ടോ. വെള്ളം തിളപ്പിക്കാനും കഴിയുമ്പോൾ ഞാൻ വാഷ് ബേസും കഴുകും കേട്ടോ. കുറച്ച് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകും. പിന്നെ ഈ വാഷ് ബേസിനകത്ത് ഓൾറെഡി എന്തോ ഒരു കറയുണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ കറയാണെന്ന് തോന്നുന്നു. എത്ര തേച്ച് കഴുകിയാലും അത് ഇങ്ങനെ വെട്ടിത്തിളങ്ങത്തില്ല കേട്ടോ. എങ്കിലും ഞാൻ എൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഞാൻ മൊത്തം തേച്ച് കഴുകി കൈയും സോപ്പിട്ട് കഴുകും കേട്ടോ. എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്തെ എനിക്ക് വാഷ് ബേസിന് ഇതുപോലെ കഴുകിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല കേട്ടോ. പിന്നെ കിച്ചൻ്റെ ആ ടോപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കി. ഒരു 1 കിൻഡൽ പാത്രം ഉണ്ടായിരുന്നു, ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇനി വാവോ ചാച്ചണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സി യു. താങ്ക് യു ഫോർ വാച്ചിങ്.